ഇപ്പോൾ ബിഗ് ബോസിൽ ലൈവിൽ ഒരു രസകരമായ കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഓരോ കണ്ടസ്റ്റൻറ്റും എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആക്ട് ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഷാനവാസിനെ കാണിക്കുമ്പോൾ ഷാനവാസ് ആകെ അന്താളിച്ചാണ് നിൽക്കുന്നത്. കറക്റ്റാണല്ലോ എന്നെ ചെയ്ത് കാണിച്ചത് എന്ന ഒരു മുഖഭാവത്തോടു കൂടിയാണ് ഷാനവാസ് ഇരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഒരു അവതരണമായിരുന്നു നമ്മുടെ മുൻഷി രഞ്ജിത്ത് എന്നത്. എല്ലാവരും വലിയ ചിരിയോടു കൂടിയാണ് അത് കണ്ടു നിന്നത്. ഷാനവാസിൻ്റെ ചലനങ്ങൾ വളരെ കറക്റ്റായാണ് മുൻഷി ചെയ്തു തീർത്തത്. ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റെ കാണിച്ചു കഴിയുമ്പോൾ അടുത്തതൊരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനെ കാണിക്കും. ഇത് ലൈവ് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവീണിനെ കാണിച്ചപ്പോഴും വലിയ കയ്യടിയായിരുന്നു. സാബുവിനെ, ഒനിലിനെ, അങ്ങനെ മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനും ഓരോരുത്തരും ആക്ട് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നെവിൻ എണീറ്റ് ഞാനൊരു കണ്ടസ്റ്റൻറ്റിനെ കാണിക്കാം, അത് നൂറയാണ്. നെവിൻ ചാടി എണീറ്റെങ്കിലും നടന്നു വരുന്നത് പതിയെ വളരെ സാവധാനത്തിൽ അവിടെ വന്നു നിൽക്കുന്നു. എന്നിട്ട് പറയാ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം ടാസ്ക് ചെയ്യാണ്. അപ്പോൾ നെവിൻ തന്നെ ബിഗ് ബോസിൻ്റെ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നു, നൂറ ടാസ്ക് മര്യാദക്ക് ചെയ്യൂ. ഇപ്പോൾ ബിഗ് ബോസ് ലൈവ് വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു രീതിയിലായിരുന്നു മുൻഷി രഞ്ജിത്ത് മുന്നേ ചെയ്തു വെച്ചത് എങ്കിൽ കുറച്ചും കൂടി ദിവസങ്ങൾ നമ്മുടെ ബിഗ് ബോസിൽ മുൻഷി രഞ്ജിത്ത് നിൽക്കാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.